ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കളിക്കുന്നതെന്ന് വെച്ചാൽ മെക്ക ഫയർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. എങ്ങനെ തന്നെയാണ് എന്തോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, മെക്കാന്നോ മെച്ചാന്നോ എന്തോ, MECHA എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ ആ ഗെയിമാണ് കളിക്കുന്നത്. ആദ്യം ഇത് കളിച്ചു തുടങ്ങാൻ ഭയങ്കരമായിട്ട് ഒരു അനോയിങ് ആണ്, ദേഷ്യപ്പെടുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കുറേ ഇങ്ങനെ ഓരോരുത്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്ന കണക്കാണ്. അപ്പോൾ ഇവിടെ ഒരു കോറ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇരിപ്പിടമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു റോബോട്ടിനെ കൊണ്ട് കോറിൻ്റെ മൊത്തം പണി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ റോബോട്ടോട് പോയി അതിന് ഇലക്ട്രിസിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ആ റോബോട്ടിനല്ല, ആ കോറിന്. പിന്നെ എന്തൊക്കെ കുറേ മെഷീൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ അവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം, കുറേ ഇതുണ്ട്. ഇത് കളിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ അത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. പക്ഷേ ആ വീഡിയോയിൽ കാണിക്കണതിൻ്റെ ഇരട്ടി നല്ല രസമുള്ളൊരു ഇതാണ് ഗെയിം. കാരണം നല്ല രസമുണ്ട് ഇത് കളിക്കാൻ. ഇങ്ങനത്തെ ഒരു ടർബൈനാണിത്. അപ്പോൾ ഈ ടർബൈൻ ഈ ടർബൈനിൽ ആരെങ്കിലും കയറ്റണം നമ്മൾ. എന്നാലേ ഇവർക്ക് ഇതിൽ കയറി പോകാനെന്ന് ഇവർക്ക് ഇതിൽ കയറി ജോലി ചെയ്യാൻ പറ്റും. ഈ ജോലി ചെയ്യുമ്പോഴാണ് ഈ കോറിലോട്ട് ഓക്സിജൻ എത്തണം. ഈ കോറിൽ നിന്നാണ് ഈ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കിക്കൊണ്ട് നിൽക്കണത്. എന്നുവെച്ചാൽ ഓരോ സ്ഥാനത്തിലോട്ടൊക്കെ ഓക്സിജൻ പോണത് ഈ കോറിൽ നിന്നാണ്. അപ്പോൾ ഇവർക്ക് നിൽക്കണമെങ്കിലും ഈ കോറിൽ കയറി നിൽക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ ഇതായിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. ഇപ്പോൾ കോറ് ഓഫാണ്. അത് എല്ലാം നമ്മൾ മാനുവലായിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കോറ് ഇപ്പോൾ ഓഫാണ്. ഓക്കെ, ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഓക്സിജൻ കിട്ടും. പക്ഷെ എന്നാലും അവർക്ക് ഇതായിരിക്കും, ശ്വസിക്കാൻ പറ്റില്ല, വലിയ ഓക്സിജൻ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓക്സിജൻ പവറിലല്ല കിട്ടുക. കാരണം മാക്സിമത്തിന് വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു സാധനമൊക്കെ നിർമ്മിക്കണം. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള സാധനമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെയും O2 വേണം, എന്ന് വെച്ചാൽ ഓക്സിജൻ വേണം. അപ്പോൾ അതിനുള്ള വാൽവ് എന്ന് വെച്ചാൽ പൈപ്പിൻ്റെ വാൽവ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും O2 നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്, ഓക്സിജൻ. അപ്പോൾ ഇനി ഇവിടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണം. 40 സാധനമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിക്കുകയാണെങ്കിൽ ടേബിൾ കണക്കത്തെയൊക്കെ സംഭവമാണെന്ന് തോന്നുന്നു. എന്തോ ഇവരിപ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ മാർസിലാണ്. ഞാൻ ആദ്യം ഈ ഗെയിം പ്ലേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ അത് ചന്ദ്രനിലാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മാർസിലാണ്. അപ്പോൾ ഇതിൽ നമ്മളെ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെയിൻ എന്നാണ്. എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല. മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പുതിയൊരു പേര് യോക്കോ എന്നാട്ട് ഇടാം. പക്ഷേ ഇതിൽ കൊടുത്തത് സെയിൻ എന്നാണ്. ഇപ്പോൾ വെറും 2 പേരേ ഉള്ളൂ. പക്ഷേ നേരത്തെ 4 പേരാണ് ഡെലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 2 പേരേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ ആൾക്കാരൊക്കെ വരും. പിന്നെ ഒരു റോക്കറ്റ് ക്രാഷ് ആവും. നല്ല രസമുണ്ട് ഇതൊക്കെ കളിക്കാൻ. ഇതിൽ കാണിക്കുന്നുണ്ട്. ബിൽഡ് ഫാം എന്നൊക്കെ കാണിക്കണം. ഈ ഫാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ചെടിയൊക്കെ പിടിപ്പിക്കാൻ പറ്റും. ഫാമിലെല്ലാം ചെടി നടാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആകെ കുറച്ച് സിറ്റിസൺസേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു സിറ്റിസൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ചെടികളെയും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും സിറ്റിസൺസിന് ജോലിക്ക് നിർത്തണം. ഓക്കെ, ഹെൽമോ എന്ന് പറഞ്ഞ ഒരു തവന് എത്ര ജോലി ചെയ്യണം എന്ന് വെച്ചാൽ ചെടിയെല്ലാം നോക്കണം, ഈ അങ്ങനത്തെ എല്ലാ ജോലി. 2 പേര് മാത്രമല്ല, അവിടെ ചോപ്പ് എത്തണ എന്തിനാണോ എന്തോ യന്ത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട. ഇപ്പോൾ ഇത് ഓക്സിജൻ ഓഫായി കഴിഞ്ഞാൽ ഇത് ശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാണോ കിടന്ന് അലറി വേണ്ട. ഓക്സിജൻ O2 എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. അപ്പോൾ നമ്മൾ ഇത് ഓണാക്കണം. ഇതല്ലാതെ ആ മാക്സിൽ ഞെക്കിയാൽ ആ മെഷീൻ്റെ പവറായിട്ട് കണ്ട മാക്സിലാണ്. ഇപ്പോൾ മാക്സിലാവുക. ഞാനിപ്പോൾ ഇത് കുറേ നാൾ കളിച്ച്, പക്ഷേ എനിക്കിത് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല, കുറച്ച് ആൾ. ഓക്കെ, ഇപ്പോൾ ഓക്സിജനൊക്കെ അതൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യണം, അടുത്തടുത്ത് ഓരോരോ പുതിയ സാധനങ്ങളൊക്കെ നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെടുക തോന്നണം. കാരണം ഇതിപ്പോൾ ഭയങ്കര ഇതായിട്ട് ട്രെൻഡിങ് ഒന്നുമില്ല. ഞാനൊരു ഇതിൽ കണ്ടത് മാത്രമാണ്, ട്രെൻഡിങ് ഒന്നുമില്ല, ചുമ്മാ പറഞ്ഞ്. അങ്ങനത്തെ ഒരു ഗെയിമാണിത്.
പിന്നെ ഡ്രൈവ് ബിയോണ്ട് ഹൊറൈസൺ കണക്കത്തെ ഒരു ഗെയിം ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അതിൽ മൊത്തം പരസ്യമാണ്. പിന്നെ അതുപോലെ ദിനോസർ ഗെയിമും ഉണ്ടായിരുന്നു, അതിലും മൊത്തം പരസ്യമാണ്. റോബ്ലോക്സ് ഞാൻ കളിച്ചായിരുന്നു, പക്ഷേ എനിക്കത് ഇടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ കോറ് മാക്സ് ആക്കി കഴിഞ്ഞാൽ കണ്ട അതിലൊരു കവചം കണക്കൊരു നീല സാധനം വന്ന് അതെന്തിനാണെന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മളവിടുത്തെ സിറ്റിസൺ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേര് ഭയങ്കര സന്തോഷമാണ്. 60% എന്ന് എഴുതി കാണിക്കണം, അതാണ് അവർക്ക് അത്ര ഹാപ്പിനെസ് ആയിട്ടാണ് അവർ ജീവിക്കണം എന്നാണ് കാണിക്കണത്. ഇനിയും കുറേ കാര്യങ്ങൾ ഇതുണ്ട്. ഞാൻ എന്തായാലും ഇത് 2-3 വീഡിയോ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് അങ്ങോട്ടാണ് നല്ല നല്ലതായതിനേക്കാളും വെറുതെ ഇഴഞ്ഞിടണ എന്തിനാണ്. ഇനി അവർക്ക് താമസിക്കാനുള്ള ലിവിങ് ബോർഡെന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്നുവെച്ചാൽ ലിവിങ് ബോർഡെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ബെഡ്റൂമൊക്കെ കിടക്കുക, അവർക്ക് കിടന്നുറങ്ങാനുള്ള സാധനമാണ് ലിവിങ് ബോർഡ്. അപ്പോൾ ഇതൊക്കെ എനിക്കിത് അറിഞ്ഞൂടാ. ഞാൻ ഈ വീഡിയോയും ഞാൻ ആദ്യമായിട്ട് കളിക്കണ വീഡിയോ ഇതാണ്, ആ ഗെയിം. അപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ നല്ല ഗെയിം തന്നെ, നിങ്ങളെ ഒന്ന് കളിച്ച് നോക്ക്. ഏകദേശം എത്ര 100 MB, അതാ 100 MB അല്ലെന്ന് തോന്നുന്നു, 1 GB ആണ്ട് അടുപ്പിച്ചുണ്ടെന്ന് തോന്നണം. എനിക്ക് അറിയാം, ഞാൻ അത് എത്ര MB ആണോ എന്തോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, പാർട്ട് 2 പറയാം. എനിക്കറിയാൻ വയ്യ ഇതിൻ്റെ അത്ര. പിന്നെ ഇതാണ് നമ്മളെ ക്യാരക്ടർ. അവനൊന്നും ഇപ്പോൾ ആണ്ടോ സെയിം. നമുക്ക് പേര് മാറ്റാൻ പറ്റൂല. പേര് മാറ്റണമെങ്കിൽ എന്തിനാ സാധനം കൊടുക്കണം. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. കോർ റിയാക്ടർ 6ാം ലെവലിലാവും എന്നിങ്ങനെയൊക്കെ കാണിക്കണം. എത്രയാണോ എന്തോ ഒക്കെ നമുക്ക് എന്തായാലും കളിക്കാം. പിന്നെ ബിൽഡ് ടണൽ ഫാം എന്നുവെച്ചാൽ ആ റൂമിൻ്റെ അകത്താണ് ഈ ഫാമൊക്കെ. അപ്ഗ്രേഡ് ഓക്കെ, നമുക്ക് കുറേ ഡയമണ്ടുകൾ കിട്ടുന്നുണ്ട്. ലിവിങ് ബോർഡ് ഇതാണ് അവർക്കുള്ള റൂം. ഈ റൂമിൻ്റെ അകത്താണ് അവർ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ഞാൻ ലിവിങ് ബോർഡ് ഇപ്പോൾ 6-7 ലിവിങ് ബോർഡൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 1-2 നമ്പർ കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഇത് എത്ര അപ്ഗ്രേഡ് ചെയ്തെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ എത്ര പേർക്കാണ് അസുഖം പിടിച്ചത്, സിക്കായിട്ടിരിക്കണം. ഓക്കെ, ഇവർക്ക് ജീവിക്കണം എന്തരാണ്ടാണ് മെൻറ്റാലിറ്റി എന്നാണ്. പിന്നെ നല്ല രീതിക്ക് ജീവിക്കണം. വെറും 100% ആൾക്കാർക്ക് നല്ല ഇഷ്ടത്തോടെ തന്നെ വെൽബീയിങ് 100%. പക്ഷേ ഒരു മെൻറ്റാലിറ്റി എന്തിനാണ് അത് വെറും 73 ഉള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും ഇത് വലുതിയ ഒരു ഇതാക്കിയിട്ടുണ്ട്, ഒരു ബേസ് വലുത് കണക്കാക്കിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്യാസൊക്കെ ഈ മാർസിലെ ഗ്യാസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, ഇനി കോർ റിയാക്ടർ ലെവൽ 2 ആക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഓക്കെ ഗോ അപ്ഗ്രേഡ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 1 സെക്കൻഡൊന്നും പോരാ ഈ കോർ റിയാക്ടർ ഇപ്പം അപ്ഗ്രേഡ് ചെയ്യാൻ. ഇപ്പം ഏകദേശം കോർ റിയാക്ടർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ പിടിക്കും. കാരണം എൻ്റെ ലെവൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കോർ റിയാക്ടറൊക്കെ ഇപ്പോൾ എത്രയും ലെവലായിട്ടുണ്ട്. ഞാൻ പാർട്ട് 2 കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് ഞാൻ കളിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഇടാം. പിന്നെ ദ വൂൾഫ് കളിക്കാൻ നോക്കാമെന്നില്ല, കളിക്കാം. എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നല്ല വ്യൂസൊക്കെ കിട്ടിയൊരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഞെക്കിയാൽ നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഏതോ സ്പേസ് ഷിപ്പ് വന്നിറങ്ങിയിട്ടുണ്ട്. ഇതിൽ സിറ്റിസൺ പുതിയ ആൾക്കാരുണ്ട്. നല്ല രസമുണ്ട്. ഇതൊരു ഇങ്ങനത്തെ ഒരു ഗെയിമാണെങ്കിലും ഗ്രാഫിക്സ് ഒന്നും ഇല്ല, എന്നാലും കാണാനൊക്കെ നല്ല. അവരെ വെൽക്കം ചെയ്യാം, വന്ന 3 സിറ്റിസൺസിനെ വെൽക്കം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം താനെ പോകണോ? ആ ഷിപ്പ് താനെ പോയി. ഓക്കെ, അതെവിടെയെങ്കിലുമൊക്കെ പോട്ട് അതിൻ്റെ വേറെ കാര്യം. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെ ക്ലെയിം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ കംപ്ലീറ്റഡ് എന്നൊക്കെ. അത് ചാപ്റ്റർ 2 ആണ്. അപ്പം ഞാൻ 3 എങ്കിലും ആയി കാണുമല്ലോ എന്നാണ് തോന്നണം. ഓക്കെ, ഇനി നമുക്ക് കുറേ ഉണ്ട് ഇത് കളിക്കാൻ. നമ്മൾ വിചാരിക്കണമെന്നൊക്കെയല്ല, കുറേ സംഭവങ്ങളുണ്ട്. 5 പേർന്ന് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് 2ാമത്തെ ലിവിങ് ബോർഡ് നിർമ്മിക്കാനാണ് പറഞ്ഞേക്കണം. പവർ പ്ലാന്റ്. അതിൻ്റെ പേരാണ് പവർ പ്ലാന്റ്. ആ ഫാൻ കണക്കത്തെ അതാണ് പവർ പ്ലാന്റ്. മറ്റത് ഇവിടെ ഈ ലിവിങ് ബോർഡിലും 2ാമത്തെ ലിവിങ് ബോർഡിൽ ഓക്സിജൻ കൊടുക്കാനും പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് പോകാനുമാണ്. ഇതുകൊണ്ട് ആ ഒരു ടണൽ കണക്കത്തെ സാധനം.
ഓക്കെ. ഇപ്പോൾ ലിവിങ് ബോർഡിൽ ഓപ്ഷനും കൊടുത്ത് ലിവിങ് ബോർഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ട് അപ്ഗ്രേഡ് ബങ്ക് ബ്രെഡ്. പക്ഷെ ബങ്ക് ബ്രെഡ് എന്ന് ബെഡ്. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ഓക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് അപ്ഗ്രേഡ് ചെയ്തില്ല. ഓക്കെ, അതും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതും നോക്കാം. ഇപ്പോൾ അതാണ് ഡൈനിങ് ഹാൾ. ഇത് പിന്നെ നമുക്ക് ആ ഭാഗത്താണ് നമ്മളെ ചെടിയൊക്കെ നട്ടു വെച്ചേക്കണത്. ഇത് സത്യമാണ്. ഞാൻ പിന്നെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പവർ പ്ലാന്റ് ഇതാണ്ട അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഇന്ന് ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഇടാം. ഷോർട്സ് വീഡിയോ ഇടണ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ഷോർട്സ് വീഡിയോ ഇന്ന് ഇന്ത്യൻ ബൈക്സിൻ്റെ ഒരു ഇത് ഇടാം. എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഈ ചീറ്റ് കോഡുകളൊക്കെ ഞാൻ പണ്ട് കുറേ ഇത് കളിച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി ഇത് ഇങ്ങനെ ഇതിൽ ഓരോരോ ഇപ്പോൾ എന്തിനാ ഒരു സാധനം വഴിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. RGS ടൂളോ അങ്ങനെ എന്തിനാണ്ട പറഞ്ഞിട്ട് നമുക്ക് ക്യാരക്ടറിനെയൊക്കെ മാറ്റാനും വണ്ടിയൊക്കെ എടുക്കാനൊക്കെ പറ്റുമെന്നല്ലേ, മറന്നു ഇതൊക്കെ. ഓക്കെ, അതൊക്കെ ഞാൻ പണ്ട് കുറേ എടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്കത് വലിയ ഇഷ്ടമില്ലായിരുന്നു ആ ഗെയിം. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റാക്കി കളഞ്ഞ്. ഇപ്പം ഞാൻ അത് വീണ്ടും ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കളിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ചീറ്റ് കോഡ് ഏതെങ്കിലും പുതുതായി ഞാൻ നോക്കിയിട്ട് ഇടാൻ നോക്കാം. ഓക്കെ, അടുത്ത ഒരു ഇതും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വയ്ക്കണേ. ഇത് മറ്റേ സാധനമാണ്. ഇതിന് അതിൻ്റെ പേരെന്തൊരു ചോളത്തിൻ്റെ ഫാമാണ്. ചോളം കഴിച്ച് എത്ര നാൾ ജീവിക്കാനാണ്. ഓക്കെ, ചോളം ഒക്കെ നല്ല പ്രോട്ടീൻ ഉണ്ടെന്നാണ് ചോളത്തിനകത്ത്. പിന്നെ ഇവിടെ സിറ്റി സണ്ണിനെ ഞാൻ വെച്ചിട്ടില്ലല്ലേ. ഓക്കെ, എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കോർ റിയാക്ടർ 4 ലെവൽ 4 എത്താൻ പറഞ്ഞേക്കാണ്. 1 മിനിറ്റ് എടുക്കും. പിന്നെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓപ്പണാക്കി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ 12 മിനിറ്റോളം ആയിട്ടുണ്ട്. പിന്നെ എന്തുവാ ഇതിൽ വീണ്ടും കോർ റിയാക്ടർ റീച്ചസ് 3 എന്തിനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവരെ സമയമാണെന്ന് തോന്നുന്നു കാണിക്കണം. 17 മണിയെന്നാണ് കാണിക്കുന്നത്. പിന്നെ 6 പേരാണ് ഇപ്പോൾ നമ്മളെ ഇതിൽ പുതുതായിട്ടുള്ളത്. ഇവർക്കൊക്കെ പുതിയൊരു ജോലി കൊടുക്കണം. സിറ്റിസൺ എൽമോ അല്ലാതെ പുതിയൊരു ബെർണാഡിനെയും കൂടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഇനി ഏതോ ഒരു ഇതിനും കൂടെ ജോലി കൊടുത്തത്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. പക്ഷെ അവിടെ ഉണ്ടല്ലോ. എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ കളിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ലായിരുന്നു. ഇത് ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്താൽ നല്ല ഗെയിമാണെന്ന്. പക്ഷെ അതിൽ കാണിച്ചു നടക്കുന്നില്ല. ഇതുകൂടെ ലിറ്റിൽ ബിറ്റ് അടിപൊളി ഗെയിമാണ്. ഓക്കെ, നമ്മളെ കോർ റിയാക്ടർ ഇതുകൂടെ പവർഫുൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലത്ത് അവർക്ക് ഈ ഓക്സിജൻ മാസ്ക് ഒന്നും ഇല്ലാതെ കുറേ സ്ഥലത്ത് നടക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ഓക്സിജൻ ഈ റിയാക്ടർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ മാസ്ക് ഒന്നും വെക്കാതെ തന്നെ ചുമ്മാ വെറുതെ നടക്കാൻ പറ്റും. അതാണ് അതുകൊണ്ട് ആൾക്കാർ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ആ സ്പേസ് ഷിപ്പ് ക്രാഷായി വീണിട്ടുണ്ട്. അതിൽ ആരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഇതൊരു സർവൈവ് ടുഗദർ എന്തിനാ ഒരുമിച്ച് അങ്ങനെ എന്തിനാണ് എനിക്കറിയാം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഉള്ളെന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്കറിയാം, ഞാൻ റെക്കോർഡ് ചെയ്തത് എനിക്കറിയാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് പേരും കൂടെ ഇതായിട്ടുണ്ട് നമ്മളെ ഇതിൽ. ഓക്കെ, വലിയ നേരത്തെയാണ് കാണിച്ചത്. ഓക്കെ, സ്റ്റോമൊക്കെ വരുന്നുണ്ട്. മറ്റേ സാധനം കൊടുങ്കാറ്റ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് 2 കാണാം.